ഈ സ്ഥലത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരുന്നിരുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല സുഗന്ധമാണ്. റസൂൽ ഇരുന്നതിന്റെ സുഗന്ധം ഇപ്പോഴും വമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വർഷങ്ങൾ എത്ര 1400 വർഷം കഴിഞ്ഞിട്ടും റസൂലിന്റെ സുഗന്ധം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നാണ് ഇവിടെ ഈ സ്വദേശികൾ പറയുന്നത്. ഹലോ ഗേസ്, എല്ലാവർക്കും നമസ്കാരം. ഫെലിക്സ് ഫ്രീക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൗദി അറേബ്യയിൽ ഒന്നും കാണാനില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി സൗദി അറേബ്യ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. തായിഫ്, ജിദ്ദ, അതുപോലെ തന്നെ ജിസാൻ, അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അൽബാഹ എന്ന് പറയുന്നത് എന്താ പറയുക, സൗദി അറേബ്യയിലെ കേരള കൊണ്ട് എന്ന അറിയുന്ന വെള്ളച്ചാട്ടം കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ആ വീഡിയോ നമുക്ക് പിന്നീട് വരും. നമുക്ക് തൽക്കാലം മദീനയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസും ഭാഗങ്ങളും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗേസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മദീനയിലേക്കാണ്. അതായത് സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ജിദ്ദ നഗരത്തിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് മദീന. മദീന എന്നതിൻ്റെ ശരിക്കും ഇപ്പോഴത്തെ പേര് മദീന മുനവറ എന്നതാണ്. ഈ മദീന മുനവറ എന്ന ഒരു അറബി പേരാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് നബിയുടെ ഭരണകൂടത്തിന്റെ തലസ്ഥാനവും മക്ക കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പരിശുദ്ധമായ നാടുമാണ് മദീന. ഇസ്ലാമിക ചരിത്രത്തിലെ ഒട്ടേറെ സംഭവങ്ങൾ സാക്ഷിയാണ് മദീന പ്രദേശം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തിയതിനു ശേഷമാണ് പ്രവാചക ജീവിതത്തിലെ ഇസ്ലാമിലെ നിർണായക സംഭവങ്ങൾ നടന്നത്. മുഹമ്മദ് നബി തൻ്റെ നിവാസത്തിന് തിരഞ്ഞെടുത്ത പട്ടണം, അതായത് മുഹമ്മദ് നബി പലായനം ചെയ്ത് താമസിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ഒരു ടൗണാണ് മദീന പട്ടണം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പ്രചാരത്തിനും സഹായിച്ച ഒരു പട്ടണം കൂടിയാണ്. ലോകത്തെ ഒന്നാമത്തെ ഇസ്ലാമിക രാഷ്ട്രം, ശരീഅത്ത് നിയമങ്ങൾ സമ്പൂർണ്ണമായിട്ട് പ്രയോഗവൽക്കരിക്കപ്പെട്ട പ്രദേശം കൂടിയാണ്. ഖലീഫമാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ തുടങ്ങിയവരുടെയും ഖിലാഫത്തിന്റെ ആസ്ഥാനം, ഇസ്ലാമിക ജീവിതക്രമവും സമ്പൂർണ്ണ രൂപത്തിൽ ലോകസമക്ഷം സമർപ്പിക്കപ്പെട്ട ഭൂപ്രദേശം തുടങ്ങിയ നിരവധി സവിശേഷതകളുള്ള പ്രദേശമാണ് മദീന എന്നറിയപ്പെടുന്നത്. ജന്നത്തുൽ വക്കി, മസ്ജിദ് ഖുബ, മസ്ജിദ് ഖിബ്ലത്തൈൻ, ഉഹുദ്, ഖന്തക്ക് തുടങ്ങിയ ചരിത്രപ്രധാന കേന്ദ്രങ്ങളും ഈ മദീന തന്നെയാണ്. അതൊക്കെ നമുക്ക് ഇത് അടുത്ത ഇതിന് വരുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഈ വീഡിയോയിൽ വരുന്നുണ്ട്. നമുക്ക് അതിന് വിശദീകരിക്കാം. ഇതിന്റെ പാർട്ടിലാണെങ്കിൽ അടുത്ത പാർട്ടിൽ നമുക്ക് ഇത് വിശദീകരിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആഗോള മുസ്ലിം സമൂഹത്തിന്റെ സംഗമ കേന്ദ്രത്തിൽ എന്നതിലുപരി, അതായത് നമ്മുടെ മുസ്ലിങ്ങളുടെ സംഗമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ മക്കയാണല്ലോ. അതിലുപരി സാംസ്കാരികവും ചരിത്രപരവും സാമൂഹികപരമായ മദീന നഗരത്തിന് വൻ പ്രാധാന്യമുണ്ട്. ഏതൊരു മുസ്ലിമായ വ്യക്തിയും മദീന സന്ദർശിക്കാതെ പോകാറില്ല. ഈ സൗദി അറേബ്യയിൽ വന്നാൽ വളരെ അപൂർവങ്ങൾ മാത്രമേ ഉള്ളൂ. ഏകദേശം ഒട്ടുമിക്ക ആളുകളും മദീനയും മക്കയും സന്ദർശിച്ചിട്ടേ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ സാംസ്കാരിക ചരിത്രമായിട്ടും സാമൂഹികപരമായിട്ടും മദീന നഗരത്തിന് വൻ പ്രാധാന്യമുണ്ട്. ആത്മീയ വിശ്വാസം, വിജ്ഞാനം, ശാസ്ത്രം എന്നിവയുടെ കേന്ദ്രമായ മദീന ഇസ്ലാമിക സംസ്കാരത്തിന്റെ ആസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ സൗദി ഗവൺമെന്റ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മദീനയിലെ മസ്ജിദ് നബവിയിലെ വിവിധ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ മദീന ഒരു പ്രവിശ്യയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മദീനയിലെ മേയർ ഫൈസൽ ബിൻ സൽമാൻ രാജകുമാരനാണ്. ഏകദേശം വിസ്തീർണം ആകെ 589 കിലോമീറ്റർ സ്ക്വയറിലാണ് കിടക്കുന്നത്. ഉയരം 625 മീറ്റർ. ജനസംഖ്യ 2011 കണക്ക് വെച്ച് നോക്കുമ്പോൾ ആകെ 15,12,724 ആളുകളാണ് ജനസംഖ്യ കണക്കിൽ ഉള്ളത്. അതായത് സൗദി അറേബ്യയുടെ അതേ സമയ മേഖല തന്നെയാണ് UTC, അതായത് ഇന്റർനാഷണൽ ടൈം കണക്കുമ്പോൾ +3
എന്നാ കണക്കുണ്ട്. വെബ്സൈറ്റ് മദീന നഗരസഭ എന്നടിച്ചാൽ തന്നെ അതിൻ്റെ ഡീറ്റെയിലുകൾ കിട്ടുന്നതാണ്. മക്കയിൽ നിന്ന് ഏകദേശം 447 കിലോമീറ്ററും സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നിന്നും 900 കിലോമീറ്ററും അകലെയാണ് ഈ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. ഒട്ടോമൻ ഭരണകാലത്ത് ഡമാസ്കസ്, ഇസ്താംബുൾ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഹിജാസ് റെയിൽവേ മദീന ലക്ഷ്യമാക്കി നിർമ്മിച്ചതാണ്. മുമ്പ് യഥ്രിബ് എന്ന പേരുണ്ടായിരുന്ന പട്ടണം മുഹമ്മദ് നബിയുടെ പലായന ശേഷം നബിയുടെ പട്ടണം എന്നറിയപ്പെടുന്ന മദീനത്തുൻ നബി എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു. അതായത് കാലാന്തരത്തിൽ ഈ പട്ടണം പിന്നെ മദീന എന്ന ചുരുക്കത്തിൽ പ്രസിദ്ധമായി. മദീന എന്നാൽ തന്നെ അതിൻ്റെ അറബി പദം പട്ടണം എന്നുള്ളതാണ്. മദീന എന്ന ചുരുക്കപ്പേരിൽ പ്രസിദ്ധമായി പുകയില വിൽപ്പനയും ഉപയോഗവും പൂർണ്ണമായി നിരോധിക്കപ്പെട്ട നഗരമാണ് മദീന. ലോകത്തെ ഏറ്റവും കൂടുതൽ ഖുർആൻ അച്ചടിക്കുന്ന സ്ഥാപനമാണ് കിങ് ഫഹദ് ഖുർആൻ അച്ചടിശാല, അതായത് കിങ് ഫഹദ് പ്രിന്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്ന മദീനയിലാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖബർസ്ഥാനം, അതുപോലെ പ്രവാചകന്റെ പള്ളിയിലേക്ക് നടന്നു പോയിരുന്ന ഭാഗങ്ങൾ ഒക്കെയാണ്. മദീന പള്ളിയുടെ ഉൾഭാഗങ്ങളും മറ്റൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോവിഡ് ആയത് കാരണം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രത്യേകം അലങ്കരിച്ച് ബൗണ്ടറി തിരിച്ച് വെച്ചിരിക്കുന്നത് പ്രവാചകൻ മദീന പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയിരുന്നതാണ്. അതായത് ഭൂമിയിലെ സ്വർഗം എന്നാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ ഗോൾഡൻ കളറിൽ കാണുന്ന ഇത് മുഹമ്മദ് നബിയുടെ മഖ്ബറയും അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ എന്നിവരുടെ ഖബറാണ് റസൂലിന്റെ ഖബറത്തുള്ളത്. അതിനടുത്ത് തന്നെ ഈസാ നബിക്ക് ഖബറിന് സ്ഥലം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഈസാ നബിയുടെ മഖ്ബറ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഈസാ നബി മരിക്കാതെ മഖ്ബറയാണ്. അതെ, ഈസാ നബി മരിച്ചിട്ടില്ല. പകരം അല്ലാഹു തആല ഈസാ നബിയെ 7ാം ആകാശത്തേക്ക് ഉയർത്തി എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നത്. അപ്പോൾ ലോകാവസാനം അടുപ്പിച്ചത് ഈസാ നബി ലോകം ഭരിക്കുമെന്നും ശേഷം മരണപ്പെട്ടു കഴിഞ്ഞാൽ അടക്കം ചെയ്യാനുള്ള സ്ഥലമാണ് അതെന്നുമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഏതായാലും ലോകാവസാനം അടുപ്പിച്ചത് ഈസാ നബി ലോകം ഭരിക്കുമെന്നും ശേഷം മരണപ്പെടുമെന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്ന മദീന പള്ളിയുടെ മുറ്റത്ത് കാണുന്ന ഓട്ടോമാറ്റിക് കൊടയാണ്. ഇത്ര വ്യക്തമായിട്ട് പറയാൻ കാരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓട്ടോമാറ്റിക് കൊടയാണ്. അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ പ്രകാശം, അതിൽ ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാല് പോലെയാണ് രാത്രിയിൽ കാണപ്പെടുക. അത് വെളിച്ചം ആയിക്കഴിഞ്ഞാൽ ആ ലൈറ്റ് ഓഫായി ഉടനെ ഈ കുട നിവരാൻ തുടങ്ങും. പതുക്കെ നിവരാൻ തുടങ്ങും. വളരെ പതുക്കെയായിട്ടാണ് ഇത് നിവരുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ശേഷം അത് നല്ലൊരു പന്തൽ പോലെ നിവർന്നു ഇരിക്കുന്നൊരു കുടയാണ്. വെള്ളം ഒന്നും തന്നെ താഴെ വീഴില്ല, വെയിൽ കൊള്ളില്ല, അങ്ങനത്തെ ഒരു കുടയാണ്. ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഈ കുട സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അതുപോലെ കുട മടങ്ങുകയും ചെയ്യും. പിന്നെ പഴയ പോലെ സ്ട്രീറ്റ് ലൈറ്റ് പോലെയാണ് കാണപ്പെടുന്നത്. ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അതിവിദഗ്ധമായിട്ടാണ് ഈ കുട സ്ഥാപിച്ചിട്ടുള്ളത്. മദീന പള്ളിയുടെ മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. (2011) കാനേഷുമാരി പ്രകാരം മദീനയിലെ ജനസംഖ്യ ഏകദേശം 15,12,724 ആണ്. മക്കയിലെ മസ്ജിദുൽ ഹറം കഴിഞ്ഞാൽ മദീനയിലെ മസ്ജിദ് നബിയാണ് ലോക മുസ്ലിങ്ങളുടെ പ്രധാന ആരാധന കേന്ദ്രം. മസ്ജിദ് നബിയുടെ ഉൾഭാഗത്താണ് മുഹമ്മദ് നബിയുടെ ഖബറിടം നിലകൊള്ളുന്നത്. വിശുദ്ധ നഗരമായ മക്കയിലേതുപോലെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പ്രവേശനാനുമതി ഇല്ലാത്ത പ്രദേശമാണ് മദീനയും. നിലവിൽ ആധുനിക സൗദി അറേബ്യയുടെ ഭരണവിഭാഗമായ മദീന പ്രവിശ്യയുടെ ആസ്ഥാനം മദീനയാണ്. മദീന നഗരസഭയാണ് നഗരം ഭരിക്കുന്നത്, നഗരം കൈയാളുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത്. പുരാതന കാലത്ത് യഥ്രിബ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. നൂഹ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട യസ്രിബ് എന്ന വ്യക്തിയാണ് ഈ നഗരത്തിന് അടിത്തറ പാകിയത്. എന്നതിനാണ് യസ്രിബ് എന്ന നാമത്തിൽ ആദ്യകാലത്ത് അറിയപ്പെട്ടത്. അറബി ചരിത്രകാരന്മാർ
രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബിയാണ് ഈ പ്രദേശത്തിന് പട്ടണം എന്ന് അർത്ഥം വരുന്ന അറബി വാക്കായ മദീന എന്ന പേരാക്കിയത്. തുടർന്ന് മുഹമ്മദ് നബിയുടെ ആഗമനത്തോടെ നബിയുടെ നഗരം എന്നർത്ഥം വരുന്ന മദീനത്തു റസൂൽ, മദീനത്തുൻ നബി എന്നൊക്കെ, മദീനത്തു റസൂൽ അല്ലെങ്കിൽ മദീനത്തുൻ നബി എന്നൊക്കെ ആണ് ഈ നഗരം അറിയപ്പെട്ടത്. ഇപ്പോൾ പ്രശോഭിത നഗരം എന്നർത്ഥം വരുന്ന മദീന മുനവറ, അതായത് തിളങ്ങി നിൽക്കുന്ന നഗരം എന്നറിയപ്പെടുന്ന മദീന മുനവറ എന്നാണ് അർത്ഥം അറിയപ്പെടുന്നത്. പേരുകളെ കൊണ്ട് പ്രശസ്തമായ പ്രദേശമാണ് മദീന. നിരവധി പണ്ഡിതന്മാർ മദീനയുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായ അല്ലാമ അലി സമൂദി തന്റെ ഏറ്റവും വിഖ്യാതമായ വഫാഉൽ വഫ എന്ന ഗ്രന്ഥത്തിൽ മദീന പട്ടണത്തിന് ഖുർആൻ, ഹദീസ്, പൂർവ്വവേദ ചരിത്രങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ എന്നിവയെ ആധാരമാക്കി 94 പേരുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ മുഹമ്മദ് ഇല്യാസ് അബ്ദുൽ ഖനി തന്റെ ഹിസ്റ്ററി ഓഫ് മദീന മുനവറ എന്ന ഗ്രന്ഥത്തിൽ മദീനയുടെ 64 പേരുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ത്വാബ, തൈബ, ദാറുൽ ഹിജ്റ, ഖുബ്ബത്തുൽ ഇസ്ലാം തുടങ്ങിയ നിരവധി പേരുകൾ ഈ നഗരത്തിലുണ്ട്. 100ഓളം പേരുണ്ടെങ്കിലും പ്രവാചക പട്ടണം എന്നർത്ഥം വരുന്ന മദീനത്തുർ റസൂൽ എന്ന പേരാണ് ഏറ്റവും പ്രസിദ്ധമായിട്ട് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മദീന പട്ടണത്തിന്റെ, അതായത് മസ്ജിദ് നബിയുടെ അടുത്ത് തെരുവീതികളിലൂടെ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന തെരുവീതികളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ട്. തെരുവീതികൾ വരാൻ ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മസ്ജിദ് ദന്നുറൈൻ عثمان بن عفان رضي الله عنه. മസ്ജിദ് ദന്നുറൈൻ എന്നറിയപ്പെടുന്ന മസ്ജിദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിർമ്മിച്ചതാണ്. ആ കാണുന്നതാണ് മസ്ജിദ് ഗമാമ എന്നറിയപ്പെടുന്നത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മഴ പെയ്ത് ഒരു മസ്ജിദാണത്. കഴിഞ്ഞു പോയത്. هذا متحف مدينة وزارة الصحة. في ميوزيوم هذا؟ اي بس مقفل، ميوزيوم مقفل. اي مقفل. ميوزيوم ബന്ധാക്കിയിട്ടുണ്ട്. هذا مسجد صغير. ايوه هذا مسجد الشيخين. مسجد الشيخين يا مسجد الدرع. ايوه هذا الرسول صلى الله عليه وسلم صلى صلاة الظهر وجمع الصحابة. أيوة. ومنهم اتأخر شوية. أيوة. وصلوا صلاة العصر. أيوة.
بدرهم غزوة بدر. هذا مدينة. هذا مسجد صحيح. إيه. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നിസ്കരിച്ച പള്ളിയാണ്. هذا ما لهم درع. هذا اللي يجي هذا من هنا من رقبة لين بطن هذا زي الحديد هذا الدرع. هو رسول الله ركب هنا يلبس وبعدين يروح جنق بدر. معلوم عربي؟ هذا مسجد ليش اسمه هذا؟ مسجد مستراح. هذا مسجد مستراح. انت من وين جيت الدمام؟ لا جدة. انت يجي من جدة ما يوقف محطة يسوي استراحة جاي. هذا الرسول بعد غزوة أحد. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയും പിന്നീട് അവിടെ നമസ്കരിക്കുകയും ചെയ്തിരുന്ന സ്ഥലമാണ് ഇത്. ഇതിന് പേരാണ് മസ്ജിദുൽ മുസ്തറാഹ് എന്ന്. വഴിയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്ന പള്ളിയാണ് കാണുന്നത്. രണ്ടാമതായിട്ട് കാണിച്ചത് جبل يحبنا نحبه. هذا جبل كان عليه الرسول صلى الله عليه وسلم وابو بكر وعمر. انا مرة تحرك قال الرسول اثبت فإن عليك نبيا وشهيدا وصديقا هو ولد البكر. ابو بكر وعمر والرسول صلى الله عليه وسلم في جبل. مرة نتحرك قال اثبت فإن عليك صديقا وشهيدا ونبيا. هذا 7 كيلو والطول بالارض 7 كيلو. ما شاء الله ما شاء الله. 7 കിലോമീറ്റർ. شوف هذا جبل جبل رومات. جبل رومات. جبل مسجد. هذا اللي كان عليه الصحابة فوق الجبل. اللي خالف الرسول صلى الله عليه وسلم. الرسول كان حطهم فوق الجبل زي الرماية. قال للمسلمين ما تنزلون حتى يجي كلام هيك ايوه. يطالع ورا جبل كذا بعدين يطالع وكل نفر هذا ينزل عشان يجمع سامان يجمع هذا. ايوه. هو يرجع يقتل المسلمين. സമയത്ത് അതിന് മുസ്ലിങ്ങൾ രണ്ടാമത് ആക്രമിച്ച് കാണും. ഇതാണ് ഉഹദ് യുദ്ധത്തിൽ മരിച്ച ഷഹീദാക്കളെ പാകിസ്ഥാനായി കാണുന്നത്. ഇവിടെ നിന്നും നല്ല സുഗന്ധം വരുന്ന നല്ല വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. നല്ല സുഗന്ധം വരുന്നുണ്ട്. അതായത് ഉഹദ് യുദ്ധത്തിൽ റസൂൽ പറഞ്ഞതനുസരിക്കാതെ അമാനത്ത് സ്വത്ത് വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് അവസാനം ശത്രുക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദാക്കളുടെ കബർസ്ഥാനമാണിത്. ഇതാണ് ഉഹുദ് മല എന്നറിയപ്പെടുന്നത്. 7 കിലോമീറ്ററാണ് ഈ ഉഹുദ് മലയുടെ ദൂരം. ഇതാണ് യുദ്ധത്തിൽ മരിച്ച സഹോദാക്കളുടെ മക്ബറകൾ, ഖബർസ്ഥാൻ.
جازي بس روح سمع. ഇതാണ് ജബൽ റുമ എന്ന് പറയുന്നത്. അതായത് യുദ്ധസമയത്ത് വലിയ സ്വത്ത് വാരിക്കൂട്ടുക, അതായത് യുദ്ധത്തിൻ്റെ സ്വത്തുകൾ വാരിക്കൂട്ടുന്ന അതിൻ്റെ സമയത്ത് സഹാബാക്കൾ ഇറങ്ങി വന്ന് ഒരു മലയാണിത്, ജബൽ റുമ. കൂടുതൽ വിവരങ്ങൾ ചരിത്രങ്ങൾ നോക്കിയാൽ കാണാം. വീഡിയോ ഒരുപാട് ലെങ്ത് ചെയ്തുകൊണ്ട് കൂടുതലും വിശദീകരിക്കാൻ പ്രയാസമാണ്. സൗദി അറേബ്യയിൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ച വ്യൂവേഴ്സിനോടുള്ള മറുപടിയായിട്ടാണ് ഈ വീഡിയോസ്. കാരണം നമ്മുടെ ചരിത്രങ്ങൾ നേരിട്ട് കാണുന്ന അത്ര അങ്ങോട്ട് നമുക്ക് ഒരു ഇതും കിട്ടില്ല. നമ്മുടെ ചരിത്രങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടുപിടിക്കണം, അപ്പോഴേ നമ്മൾ മനസ്സിൽ നിൽക്കുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. റസൂലിൻ്റെ ഖബർസ്ഥാൻ കണ്ട് സന്ദർശിച്ച് ഇപ്പോൾ മദീന ജബൽ റുമ അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ആ കാണുന്ന ദൂരെ കാണുന്നതാണ് ഉഹുദ് മല എന്ന് പറയുന്നത്. അതാണ് ഉഹുദ് മല. 7 കിലോമീറ്ററാണ് ഈ ഉഹുദ് മലയുടെ നീളം. ഇതാണ് എൻ്റെ പുറകിൽ നിൽക്കുന്ന ഇതാണ് ജബൽ റുമ എന്നറിയപ്പെടുന്നത്. കൊറോണ ആയത് കാരണം മാസ്ക് നിർബന്ധമാണ്. ഇതാണ് ജബൽ റുമ. അധികം ഉയരമൊന്നുമില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ശത്രുക്കൾ വന്ന് ആക്രമിച്ച ഇതാണിത്. യുദ്ധത്തിൻ്റെ അമാനത സ്വത്തുകൾ വാരിക്കൂട്ടുന്ന ഇടയിൽ ശത്രുക്കൾ ആക്രമിച്ചതാണ്. ഉഹുദ് മലയുടെ വിദൂര ദൃശ്യമാണ് ഈ കാണുന്നത്. അതായത് ജബൽ റുമയിൽ നിന്നും ഉഹുദ് മലയ്ക്ക് അധികം ദൂരമില്ല. യുദ്ധസമയത്ത് സഹാബാക്കളെ നിർത്തിയിരുന്ന ഈ മല ഇതിന് മുകളിലായിരുന്നു, ഈ ജബൽ റുമ എന്ന ഇതിന് മുകളിലായിരുന്നു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് എന്ന് വിചാരിച്ച് സഹാബാക്കൾ ഇറങ്ങി യുദ്ധത്തിൻ്റെ സ്വത്തുക്കൾ വാരിക്കൂടുന്നതിന് ഇടയിലാണ് വീണ്ടും ശത്രുക്കൾ പതുങ്ങിയിരുന്ന് ആക്രമിച്ചത്. അതിൻ്റെ ഒരു ചരിത്രങ്ങൾ കൂടുതൽ വിശദീകരിച്ച് കാണാൻ സാധിക്കും. മദീന പട്ടണത്തിൻ്റെ വിദൂര ദൃശ്യങ്ങളാണ് കാണുന്നത്. മദീന പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. حتى قال لهم حتى لو انتصرنا حتى لو انهزمنا قال لهم إلا ما أقول لكم تعالوا. فلما بدأت المعركة هناك في البداية المسلمين انتصروا معناته فازوا. وهذول 50 اللي كانوا هم فوق الجبل منهم 40 نسوا كلام النبي محمد صلى الله عليه وسلم عليه الصلاة والسلام. منهم 40 نزلوا وبقوا 10. في ذا الوقت من شافهم خالد ابن الوليد وجيشه كانوا هنا مستخبئين. لفوا الجبل ثم صعدوا الجبل جو هنا قتلوا 10 وبعدها نزلوا تحت قتلوا 40 شخص اللي ما سمعوا كلام النبي محمد صلى الله عليه وسلم عليه الصلاة والسلام. هذا جبل أحد من بداية إلى نهاية. هذا جبل أحد يحبنا ونحبه. وهذا جبل أحد من جبال جنة. هذا مسجد شهداء أحد. هنا في 2 قبر. أول قبر في 3 أشخاص. أول شخص سيدنا حمزة مع الرسول صلى الله عليه وسلم عليه الصلاة والسلام ومصعب بن عمر وعبد الله بن جحش. آخر قبر صابوا 60 شهيد كله 6 صحابة موجودين. ها حمزة عم رسول الله عمه إلا سيدنا حمزة عم الرسول. كل نفر يقول بسم الله الرحمن الرحيم. بسم الله الرحمن عليك يا أهل الديار لا أهل الديار من المؤمنين والمسلمين وإنا إن شاء الله أنتم السابقون ونحن بكم لاحقون. نسأل الله لنا ولكم الأجر والعافية. وصلى الله على سيدنا محمد. إن شاء الله ما في نزل أي مكان في دوها. ഇതാണ് സഹാബാക്കളുടെ മഖ്ബറ. ഇവിടെ നിന്നാൽ തന്നെ നല്ല സുഗന്ധം വരുന്നത് അറിയാം.
ഇതാണ് ഉഹുദ് മല എന്നറിയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ഉഹുദ് മല ഇസ്ലാമിക ചരിത്രത്തിൽ വെച്ചിട്ട് ഉഹുദ് യുദ്ധം എന്ന ബദർ യുദ്ധം, ഉഹുദ് യുദ്ധം, ഖന്തഖ് യുദ്ധം എന്നാണ് പറയുന്നത്. ബദർ യുദ്ധമാണ് ആദ്യത്തെ യുദ്ധം എന്നറിയപ്പെടുന്നത്. പിന്നീട് വരുന്നത് ഉഹുദ് യുദ്ധം. ബദർ യുദ്ധത്തിൽ 313 സഹാബാക്കളെ വെച്ചിട്ട് യുദ്ധം ചെയ്ത് അങ്ങനെ ബദർ വളരെ വിരലെണ്ണാവുന്ന സഹാബാക്കളെ വെച്ചിട്ട് യുദ്ധം ചെയ്ത് ശത്രുക്കളിൽ നിന്നും വിജയം കൈവരിച്ചതാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. ഉഹുദ് യുദ്ധം അതുപോലെ തന്നെ അത്യാവശ്യം സഹാബാക്കൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരിക്കലും തന്നെ താഴെ ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ യുദ്ധം അവസാനിച്ചു എന്ന് കരുതി യുദ്ധത്തിൻ്റെ സ്വത്ത്, വലിയമത്തെ സ്വത്ത്, അതായത് യുദ്ധത്തിൽ അവശേഷിക്കുന്ന സ്വത്തുകൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് സഹാബാക്കൾ ഇറങ്ങി വരികയും ശത്രുക്കൾ വന്ന് ആക്രമിക്കുകയും ചെയ്ത്, അതാണ് ജബൽ റുമ. ആക്രമിക്കുകയും ഒരുപാട് സഹാബാക്കൾ മരണപ്പെടുകയും ചെയ്തു. അവരുടെ ഖബർസ്ഥാനമായി ഇതിൽ കിടക്കുന്നത്, ഈ കാണുന്നതാണ് അവരുടെ ഖബർസ്ഥാനം. അങ്ങനെ റസൂൽ താബാനായി അല്ലെങ്കിൽ റസൂൽ ക്ഷീണിതനായിട്ട് അങ്ങനെ വന്ന് എല്ലാവരും അവിടെ വിശ്രമിക്കുക, ജബൽ റുമയുടെ മുകളിൽ വിശ്രമിക്കുകയായിരുന്നു. ജബൽ റുമയുടെ മുകളിൽ വിശ്രമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇതാണ് ശത്രുക്കൾ വന്നിട്ട് ആക്രമിച്ചത്. അങ്ങനെയാണ് ചരിത്രങ്ങൾ. കൂടുതൽ ചരിത്രങ്ങൾ നമുക്ക് പുസ്തകങ്ങളിലും ചരിത്ര താളുകളിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഈ ഉഹുദ് മലക്ക് മറ്റൊരു പേരുണ്ട്, ജിബാൽ ജന്ന എന്നൊരു പേരും കൂടെ ഉണ്ട്. ഇതാണ് റസൂൽ യുദ്ധം കഴിഞ്ഞ ശേഷം ഇരുന്നു എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതായത് റസൂൽ ഇരുന്ന് നമസ്കരിച്ച സ്ഥലം, സ്ഥലമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് ദുഹറും അസറും നമസ്കരിച്ച സ്ഥലമാണ് ഈ ബൗണ്ടറി കെട്ടി വെച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. ഈ സ്ഥലത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരുന്നിരുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല സുഗന്ധമാണ്. റസൂൽ ഇരുന്നതിൻ്റെ സുഗന്ധം ഇപ്പോഴും വമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വർഷങ്ങൾ എത്ര 1400 വർഷം കഴിഞ്ഞിട്ടും റസൂലിൻ്റെ സുഗന്ധം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നാണ് ഇവിടെ ഈ സ്വദേശികൾ പറയുന്നത്. നടന്ന വീടുകളുടെ ഭാഗങ്ങളായി കാണുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ചരിത്രമാണ്. മതപരമായിട്ടുള്ള വീഡിയോ അല്ല ചെയ്യുന്നത്, ചരിത്രപരമായിട്ടുള്ള വീഡിയോ ആണ്. സൗദി അറേബ്യയിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മതത്തെ ധരിച്ചുകൊണ്ടോ മറ്റോ അല്ല, എല്ലാ വിഷയങ്ങളും ചരിത്രം അറിയാം. هذا كله مزرعة حق سيدنا عثمان بن عفان رضي الله عنه. سيد عثمان بن عفان رضي الله عنه കൃഷിത്തോട്ടമാണ് ഇപ്പോൾ. هذا لوحة مكتوب بير روما، بير عثمان. ഇതാണ് ബീർ റൂമ എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ കുഴൽക്കിണർ
സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. ഇസ്മാൻവിൽ ബെഡ്റൂം എന്ന് പറയുന്നത്. കണ്ട തോട്ടം എന്ന് പറഞ്ഞത് ഗവൺമെന്റിന് അതിൽ നിന്ന് ഒരു കാർക്ക പോലും ഗവൺമെന്റ് എടുക്കാതെ അത് വഖഫ് ചെയ്തതാണ്. പള്ളിയത്തെ പള്ളിയിലേക്ക് വഖഫ് ചെയ്തതാണ്. ഇപ്പോഴും ഗവൺമെന്റ് അത് പരിചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. هذا بايع مسجد القبلتين. مسجد القبلتين هذا أول كان ترى فلسطين. تحولت القبلة من فلسطين إلى مكة. أيوه. نظر هذا مجموعة حق أبو بكر عمر عثمان أبو بكر علي وفاطمة الزهراء 7 مساجد. അടുത്തതായി നമ്മൾ പോകുന്നത് സംഘത്തിലേക്കാണ്. അതായത് പ്രവാചകൻ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി കിഴങ്ങ് കുഴിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ്. هذا اللي فوق المسجد مسجد الرسول صلى الله عليه وسلم. مسجد الفتح. هذا فوق مسجد الرسول صلى الله عليه وسلم. ايوه. هذا شو اسمه؟ هذا مسجد الفتح. هذا مسجد سلمان الفارسي. انت تسوي 2 ركعات تسوي دعاء 2 ركعات تسوي دعاء. وهذا؟ هذا مسجد ابو بكر. هذا صيانه الحين ما في. هنا صلي. يلا روح. ഇതാണ് മസ്ജിദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്ന പള്ളിയാണ്. ഇവിടെ വന്ന് 2 റക്അത്ത് നിസ്കരിക്കാവുന്ന ദുആ ചെയ്യുക എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. ആ കാണുന്നത് മസ്ജിദ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പറഞ്ഞാൽ ലുഹറിൻ്റെ മുമ്പായിട്ട് 2 റക്അത്ത് നമസ്കരിക്കുന്നതാണ് ലുഹ നമസ്കാരം എന്ന് പറയുന്നത്. ഇത് സുബൈക്ക് സൂര്യൻ ഉദിച്ചതിന് ശേഷം, അതായത് ലുഹറിൻ്റെ മുമ്പായിട്ട് 2 റക്അത്ത് നമസ്കരിക്കുന്നതാണ് ലുഹ നമസ്കാരം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഖന്തക്കിലാണ് നിൽക്കുന്നത്. ഖന്തക്ക് എന്ന സ്ഥലത്താണ് അത് നിൽക്കുന്നത്. അതായത് ഇവിടെയാണ് റസൂൽ വയറ്റത്ത് കല്ല് വെച്ച് കരങ്ങി കയറിയിരുന്നത്. രാവിലെ ആയാലും ഈ 2 റക്അത്ത് എന്ന് പറയുന്നത് ലുഹറിൻ്റെയും സുബഹിൻ്റെ ഇടയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ഇവിടെ വന്നാൽ ആ സമയത്താണ് ഇവിടുന്ന് നിസ്കരിക്കുക. ലുഹറിന് ശേഷമല്ല, ലുഹറിൻ്റെ മുമ്പും സുബഹിക്ക് ശേഷവും ആണ് ഇവിടെ വന്നിട്ട് 2 റക്അത്ത് ലുഹ നമസ്കാരം നമസ്കരിക്കുന്നത്.
ളുഹറിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പോകാം. ഇതാണ് പള്ളി. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇതാണ് മസ്ജിദ് സൽമാൻ ഫാരിസ്. നേരത്തെ ഉസ്മാൻ അഫ്ഫാൻ എന്നാണ് പറഞ്ഞിരുന്നത്, തെറ്റിപ്പോയതാണ്. ഇതാണ് മസ്ജിദ് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു. വർഷങ്ങൾ പഴക്കമുള്ള ഒരു മസ്ജിദാണ്. മദീനയിൽ വന്നാൽ തന്നെ സൗദി അറേബ്യ ഒരുപാട് ചരിത്രങ്ങൾ, ആ നീണ്ടു കിടക്കുന്ന ആ വാഹനങ്ങൾ കിടക്കുന്ന അതിന് 2 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന കണ്ടക്ക് എന്നാണ് പറയുന്നത്. അല്ലാഹു ആലം. ഇവിടെ നമുക്ക് കിട്ടിയ അറിവ് അങ്ങനെയാണ്. അത് നിങ്ങളിൽ പങ്കെടുക്കുക. ഈ റോഡ് നീരെ കിടക്കുന്നത് അതാണ് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ നിറച്ച് കിടങ്ങളുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ കിടങ്ങളായിരുന്നു. ആ വാഹനങ്ങൾ പോകുന്ന ഭാഗം കിടങ്ങളായിരുന്നു. അതിപ്പോൾ റോഡാക്കി മാറ്റിയതാണ്, മൂടിയിട്ട് എന്നാണ് പറഞ്ഞത്. അല്ലാഹു ആലം. അത് എന്താണെന്നുള്ള നമുക്ക് അറിയില്ല. നമുക്ക് കിട്ടിയ അറിവ് അങ്ങനെയാണ്. ഈ കാണുന്ന റോഡിൻ്റെ മറുഭാഗത്ത് ശത്രുക്കളും ഈ ഭാഗത്ത് മുസ്ലിങ്ങളിൽ നിന്ന് നേർക്കുനേരെ നിന്ന് യുദ്ധം ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്നേ സമയത്ത് റസൂൽ ഏത് ഭാഗത്താണ് താമസിച്ചിരുന്നതെന്ന് ശത്രുക്കൾ പിടികിട്ടാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ശരിക്കും ഇതുപോലെയുള്ള കൂടാരങ്ങൾ, ചെറിയ കൂടാരങ്ങൾ. അത് സൗദി ഗവൺമെൻറ് ഇപ്പോൾ ഒന്ന് പുനർനിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഒരേപോലെയുള്ള 3-4 കൂടാരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് പെട്ടെന്ന് ആക്രമിക്കാൻ സാധിക്കില്ല എന്നതാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇതായിരുന്നു പഴയ കാലത്ത് റസൂൽ വയറ്റ് കല്ലിച്ച് കെട്ടിയ കിടങ്ങ് എന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെ പറയുന്നത്. ഇനി നമ്മൾ മസ്ജിദ് ഖുബയിലേക്കാണ് പോകുന്നത്. തോട്ടങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് മദീനയുടെ അതിർത്തി. ഇതാണ് മസ്ജിദ് ഖുബ എന്നറിയപ്പെടുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വരുന്ന സമയത്ത് റസൂലിൻ്റെ ഒട്ടകം മുട്ടുകുത്തുകയും പിന്നീട് അവിടെ പള്ളി നിർമ്മിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത സ്ഥലമാണിത്, മസ്ജിദ് ഖുബ എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രത്യേക ഒരു ജീവിയെ പോലും ഒരിക്കലും ഒരാൾ ഉപദ്രവിക്കുകയില്ല എന്നാണ്. മക്കയിലും മദീനയിലും ഒരു ജീവിയെ പോലും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക നിയമം. ഒരു അന്യൻ്റെ മുതൽ അപഹരിക്കുകയോ ഒരു ജീവിയെ പോലും ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്നാണ് റസൂലിൻ്റെ കൽപ്പന.
അങ്ങനെ നമ്മൾ ബദറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബദറിന്റെ പുരാതന അവശിഷ്ടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബദറിന്റെ പുരാതന അവശിഷ്ടങ്ങൾ. ഇപ്പോൾ ഇത് സൗദി ഗവൺമെന്റ് മതിലുകൾ കെട്ടി വളരെ വൃത്തിയായിട്ട് സംരക്ഷിച്ചു. അതിന്റെ ഭാഗമായിട്ട് വിവിധ പണികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ബദറിൽ ഷഹീദായ സഹാബാക്കളുടെ ഖബർസ്ഥലം. നമ്മൾ യാത്ര ബദർ വരെ എത്തി നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ യാത്ര മദീന മുഴുവൻ കഴിഞ്ഞ് ബദറിലെത്തി നിൽക്കുകയാണ്. ബദറിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ല് ഒന്നാണ് ബദർ എന്നത്. അതായത് വളരെ കുറഞ്ഞ 313 സഹാബാക്കൾ റസൂലിൻ്റെ അനുയായികൾ മാത്രമായിരുന്നു ഇതിൽ യുദ്ധത്തിലുണ്ടായിരുന്നത്. ബദർ എന്ന യുദ്ധസ്ഥലമാണ്, ഒരു സ്ഥലപ്പേരാണ്. അതിൽ അവർ ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ബദർ എന്ന യുദ്ധം നടന്നത്. മുസ്ലിങ്ങളും അത് മുശ്രിക്കുകളും അത് തമ്മിലുള്ള യുദ്ധമായിരുന്നു. മക്ക മുശ്രിക്കുകളും തമ്മിലുള്ള യുദ്ധമായിരുന്നു. അങ്ങനെ 313 സഹാബാക്കളായിട്ട് യുദ്ധത്തിനിറങ്ങി ആയുധങ്ങളോ ആൾബലമോ കുറഞ്ഞ വളരെ പട്ടിണി കിടന്ന് ശോഷിച്ച ശരീരമായിട്ട് യുദ്ധത്തിനിറങ്ങുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അതിന്റെ ഫലമായിട്ട് യുദ്ധത്തിൽ മലക്കുകൾ ഇറക്കുകയും 10,000 കണക്കിന് ഉള്ള ശത്രുക്കളെ 313 സഹാബാക്കൾ ഒന്നിച്ചു നിന്ന് പൊരുതി വിജയിക്കുകയും ചെയ്തതാണ് ബദർ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ചില ഭാഗം. അതിൽ മരണപ്പെട്ട സഹാബാക്കളുടെ ഖബറുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അവരുടെ പേരുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ പേരുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ജല്ല ജലാലുഹു വലഖദ് നസറകുമുല്ലാഹു ബി ബദരിൻ വ അൻതും അദില്ലതൻ ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. സദഖല്ലാഹുൽ അലീം. അസ്മാഉ ശുഹദാഇൽ അസ്വതു ബദർ. ഉമർ ബിൻ അബ്ദുൽ വഖാസ്, സുഫ്വാൻ ബിൻ വഹബ്, സമാലീൻ ബിൻ അബ്ദുൽ അമൂർ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ മരണപ്പെട്ട ഏതാനും കുറച്ച് ആളുകളുടെ പേരുകളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ വരമ്പുകൾ കാണുന്ന ഇടയിലുള്ള കല്ലുകൾ പൊന്തിക്കിടക്കുന്നതാണ് കബറുകൾ കാണുന്നത്, ശുഹദാക്കളുടെ കബറുകൾ കാണുന്നത്. നമ്മൾ ബദരീങ്ങൾ എന്ന് വിളിക്കുന്ന ബദറിൽ മരണപ്പെട്ട ശുഹദാക്കൾ. അടുത്തേക്ക് പോകാൻ പ്രയാസമുള്ളത് കാരണം ദൂരെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് കബറുകളായിട്ട് കാണുന്നത്. ഈ കുറഞ്ഞ കല്ലുകൾ പൊന്തിക്കിടക്കുന്നത് മാത്രമേ. ബദർ എന്ന് പറയുന്നത് അത്ര വലിയ ടൗൺ പ്രദേശമൊന്നുമല്ല, ഒരു കുഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം.
ഈത്തപ്പഴ തോട്ടങ്ങളും കൃഷികളും മറ്റൊക്കെ ആയിട്ട് ഉള്ളൊരു ഗ്രാമം മാത്രമാണ്. പക്ഷേ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഈ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രത്തിന് പിന്നിലാണ്. ഇതാണ് ബദറിൻ്റെ ചെറിയ ഭാഗങ്ങൾ. ഇത്തവണ വെയിൽ കുറവായതുകൊണ്ട് തന്നെ ഈത്തപ്പഴങ്ങൾ പഴുത്തു വരുന്നതേ ഉള്ളൂ. ഏകദേശം മൂപ്പ് തന്നെ ആയിട്ടില്ല എന്ന് പറയാം. അല്ല ചങ്ങായിമാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലേ? ഇഷ്ടമായ അഭിപ്രായം അറിയിക്കാൻ കേട്ടോ, കമൻറ്റ് വയ്ക്കണേ. അതുപോലെ ആ കൂടുതലൊക്കെ ഇടുങ്ങാൻ വേണ്ടി അടിച്ചാൽ പിടിച്ചാളി. നിങ്ങൾ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.